എന്താണ്? ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും നിലനിൽക്കത്തില്ല, എല്ലാം നശ്വരമാണ്. ശാശ്വതമായിട്ടുള്ളത് ഭഗവാന്റെ ലോകം മാത്രമാണ്. ഭൗതികം ഇത് ആത്മീയം. ഭഗവാൻ അവിടുന്ന് വരുമ്പോഴും ഭഗവാൻ ഈ ലോകത്തിൻ്റേതായിട്ട് പെട്ടുപോകത്തില്ല. ഇത് മൊത്തത്തിൽ ആത്മീയ ലോകമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു അച്ഛൻ്റെ വലിയൊരു പ്രോപ്പർട്ടി, അതിലെ കുറച്ച് ഭാഗം മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മൊത്തത്തിൽ അത് അച്ഛൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അന്നേരം സത്യം പറഞ്ഞാൽ മൊത്തത്തിലെല്ലാം വൈകുണ്ഠ ലോകമാണ്. ഇത് മൊത്തം വൈകുണ്ഠ ലോകമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് നമുക്ക് വൈകുണ്ഠത്തെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇതും വൈകുണ്ഠ ലോകം തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതും വൈകുണ്ഠമായിട്ട് മാറി. പക്ഷേ നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ശാരീരിക എക്സ്പീരിയൻസുകൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരീരത്തിനപ്പുറത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ല. മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ എക്സ്പീരിയൻസ് മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിനപ്പുറത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് വൈകുണ്ഠം കാണാൻ കഴിയുന്നില്ല. ഇത് വൈകുണ്ഠമായിട്ട് തോന്നുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വൈകുണ്ഠത്തിൽ എങ്ങനെ ഇരിക്കണോ അതേപോലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെയും വൈകുണ്ഠമായി. അന്നേരം ഈ ശരീരം എന്തായാലും നമ്മളല്ല. ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ് നമ്മൾ. അന്നേരം ഈ ലോകത്തിരുന്നു കൊണ്ട് ആത്മീയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവും. നമ്മളുമായിട്ട് കണക്റ്റഡായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് മുക്താത്മാവെന്ന് പറയുന്നത്. ഒരു മുക്താത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നല്ല. അങ്ങനെയാണെങ്കിൽ മരിച്ച എല്ലാവരും മുക്താത്മാക്കളാവേണ്ടതല്ലേ? മുക്താത്മാവെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല അവർക്ക്. അവർ ഫുൾ ആത്മീയ ലോകമായിട്ട് കണക്റ്റഡാണ്. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്.